ഹലോ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ടൂറിൻ്റെ വീഡിയോ ആണ്. അപ്പം നമ്മൾ ടൂറ് പോവുകയാണ്. അങ്ങനെ ഓട്ടോയിൽ ഇവിടെ എത്തി. നമുക്ക് പോകാനുള്ള ബസ് റെഡി ആയിട്ട് കിടപ്പുണ്ട്. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഓരോരുത്തരുടെ പേര് വിളിച്ച് നമ്മൾ അകത്തോട്ട് കയറ്റിയിരുത്തും. ഒരു സീറ്റ് വേണോ? അങ്ങനെ ബസ്സിലെ സീറ്റെല്ലാം ഫില്ലായി. എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ്. നമുക്ക് ബാക്കിലാണ് സീറ്റ്. ബാക്കിലത്തെ സീറ്റിന് തൊട്ട് മുമ്പേ ഉള്ള സീറ്റാണ്. നമ്മൾ അവസാനമാണ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെയാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ടൂർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു സെൽഫി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 49 പേരോളം ഉണ്ട് ഈ ബസ്സിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ഥലത്തോട്ട് യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ദൂരം യാത്ര ചെയ്യാനുള്ള നമ്മളെ ഇന്ധനം വേണ്ടേ? അത് കാരണം നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറി നമ്മൾ ഡീസൽ അടിക്കുന്നു. അതിനുശേഷം നമ്മൾ യാത്ര തുടരും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്ഥലത്തോട്ട് എത്തി. നമ്മളെ റൂമിൻ്റെ ഓപ്പോസിറ്റ് ബാങ്കും കുറേ കടകളും ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെയാണ് ജസ്റ്റ് ഫ്രഷപ്പ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ താമസിക്കാനൊന്നും വേണ്ടിയല്ല. VIP എന്ന് പറഞ്ഞിട്ടാണ് ഒരു റൂമാണ് എടുത്തിരിക്കുന്നത്. അവിടെ AC നോൺ AC ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും മെല്ലെ മെല്ലെ നടന്ന് അകത്തോട്ട് കയറുകയാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇതുവഴി പോകുമ്പോഴാണ് നമ്മളുടെ ഹോളുകൾ കാണുന്നത്. ഇതാണ് നമ്മളെ ഹോള്. തട്ടി വെച്ച് അപ്പുറത്തിപ്പുറത്തായിട്ട് മറിച്ചിട്ടുണ്ട്. കുറേ പായകൾ നിരത്തിയിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എടുത്ത് തറയിട്ട് കിടക്കാം. ഒരു ഫാനും ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ കിടന്ന് അങ്ങനെ ഇഷ്യൂ അച്ഛൻ കുളിച്ച് റെഡിയായി. അപ്പോൾ നമ്മൾ ഫ്രഷപ്പായിട്ട് നിൽക്കുകയാണ്. നമ്മൾ 3 മണിയായപ്പോൾ തിരുച്ചെന്തൂർ എത്തി. അപ്പോൾ എല്ലാവരും റെഡിയായ ശേഷം നമ്മൾ തിരുച്ചെന്തൂർ അമ്പലത്തിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മധുരയിലോട്ട് പോകുന്നത്, അല്ലേ? രാവിലെ വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ? അപ്പോൾ അതിനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിലോട്ട് യാത്ര തുടങ്ങുകയാണ്. ഇതാണ് തിരുച്ചെന്തൂർ അമ്പലം. അപ്പോൾ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു ഇതാണ്, ഫ്രണ്ട് സൈഡാണ് ഇത്. ആർച്ചിൽ എഴുതിയിട്ടുണ്ട്. തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. വായിക്കാൻ അറിഞ്ഞില്ലാത്തതുകൊണ്ട് തമിഴ് അറിയുന്നവർ വായിക്കുക. അത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഉള്ളിലോട്ട് നടക്കാനുണ്ട്. ഈ മണ്ഡപത്തിനുള്ളിൽ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇതേപോലെ കുറേ കടകൾ കാണാൻ പറ്റും. നമ്മളെ പൂജാ സാധനങ്ങളെല്ലാം വിൽക്കും. എല്ലാ സാധനങ്ങളും ഉണ്ട്. തേങ്ങ, പഴം, സഞ്ചി, ശാമ്പ്രാണിത്തിരി എല്ലാം ഉണ്ട്. അപ്പോൾ അവർ എല്ലാവരും ഇവിടെ നിന്ന് തന്നെ അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട് ഷോപ്പുകൾ. പോകുന്ന വഴിക്ക് ഒരു അമ്പലം കൂടി ഉണ്ട്. അപ്പോൾ അവിടെ തൊഴുതിട്ടാണ് ആൾക്കാർ പോകുന്നത്. ഇതേപോലെ കുറേ ദൂരം നടക്കാനുണ്ട്. പിന്നെയും സൈഡിൽ കണ്ടില്ലേ ചെളിയും കാര്യങ്ങളൊക്കെയാണ്, സ്മെല്ലും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ പേര് ഭിക്ഷാടനത്തിന് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ എൻട്രൻസിലോട്ട് എത്തി. അതാ ഇവിടെ നിന്ന് തന്നെ നല്ലൊരു ക്യൂ ആണ്. നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ടൂറൊക്കെ വരുന്നുണ്ട്. പിന്നെ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് വ്യാഴാഴ്ച വേണ്ട മുരുകൻ്റെ അമ്പലത്തിൽ പ്രത്യേകിച്ച് തിരക്ക് കൂടുതലാണ്. ഇതിപ്പോൾ എന്തിൻ്റെ ക്യൂ ആണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് തൊഴാനുള്ള ക്യൂ ആണ്. അത് സ്പെഷ്യൽ ക്യൂ ആണ്. 100 രൂപ കൊടുത്താൽ നമുക്ക് സ്പെഷ്യലായിട്ട് അതുവഴി പോകാം. അത് തന്നെ കുറേ ദൂരമുണ്ട് കറങ്ങാൻ തന്നെ. അത് എപ്പോൾ തൊഴുന്ന അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊഴുതിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ. അത് കണ്ടില്ലേ, അവിടെ നിന്നും പൂക്കൾ വിൽക്കുന്നുണ്ട് ആൾക്കാർ. ഇതാണ് ക്ഷേത്രം. അതാ നമ്മൾ സൂം ചെയ്തുകൊണ്ട് ആ വേല് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്. അവിടെ വെച്ച് ഒരു ആൻറ്റിയെ പരിചയപ്പെട്ടു. ആ ആൻറ്റിയാണിത്, അനു ആൻറ്റി. തഞ്ചാവൂരിൽ നിന്നാണ്. നമ്മളെപ്പോലെ ടൂർ വന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു സെൽഫി എടുത്തു. ഇത് അമ്പലത്തിൻ്റെ വേറൊരു സൈഡാണ്. നമ്മൾ ഇതുവഴി നടന്നാൽ നമുക്ക് അവിടുത്തെ ഹോള് കാണാൻ പറ്റും. അതായത് ഹോളുകൾ ഇതാണ് അതിൻ്റെ ഹോള്. ഹോളിൽ കയറ്റി ആൾക്കാരെ ഇരുത്തിയിട്ട് ഓരോ ആൾക്കാർ പോകുന്നതനുസരിച്ച് തൊഴുത് പോകുന്നതനുസരിച്ച് ഇവർ അടുത്തടുത്ത റൂമിലോട്ട് മാറ്റി കൊണ്ടുപോകും. ഇതിൽ തന്നെ 3-4 റൂമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ടാണ് പിന്നെ അമ്പലത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് മുമ്പേ ഓൾറെഡി കുറച്ച് പേര് കയറി. അപ്പോൾ അവർ തന്നെ ഏകദേശം തൊഴുതിറങ്ങുമ്പോൾ ഏകദേശം നല്ല ടൈം എടുക്കും. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് തന്നെ അങ്ങ് തൊഴുകയാണ് ചെയ്തത്. ഇതാണ് ആ റൂം. ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നാൽ കണ്ടില്ലേ എന്തുമാത്രം ആൾക്കാരാണ് ഇരിക്കുന്നത്. ഇത്രയും ആൾക്കാർ അടുത്ത റൂമിലോട്ട് പോകുന്നത്. അത് കണ്ടില്ലേ, ഇപ്പോൾ അതാ ഗേറ്റ് തുറന്നു. അപ്പോൾ അടുത്ത റൂമിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓടിയാണ് പോകുന്ന ആൾക്കാർ. ഈ ഓടുമ്പോൾ തന്നെ ആൾക്കാർ പെട്ടെന്ന് തട്ടി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ അത് കണ്ടില്ലേ, സ്പീഡിലാണ് ആൾക്കാർ ഓടുന്നത്. ഇനിയും ആൾക്കാർ ആ റൂമിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പോയി അടുത്ത റൂമിൽ കയറണം. അപ്പോൾ ഒരു റൂം ഫില്ലാകുമ്പോഴാണ് അടുത്ത റൂമിലോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. കണ്ടില്ലേ, സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. ബാക്കിൽ ബീച്ചാണ്. നമുക്ക് ബീച്ചിൽ പോകുന്ന ഇത് വഴിയല്ല, ബീച്ചിൽ പോകുന്ന ക്ഷേത്രത്തിൻ്റെ വേറൊരു വഴി കൂടെയാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഒരു കുയിൽ ഇരിപ്പുണ്ട്, ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി നമ്മൾ സൂം ചെയ്യുമ്പോഴേക്കും സൂര്യൻ അടിപൊളിയായി കാണാം.
കടലും നല്ല സൂപ്പറായിട്ടുണ്ട്. ആ ഒരു സൂര്യപ്രകാശത്തിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഏകദേശം ഇവിടെ ആയിട്ടാണ്. രാവിലെ ആയപ്പോൾ വേലിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും റൂമിലോട്ട് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ച് നമ്മൾ കണ്ട രാവിലത്തെ ക്യൂ ആണ്, 100 രൂപയുടെ ക്യൂ. അതിൽ തന്നെ നല്ല തിരക്കുണ്ട്. ഈ ലൈനിൽ നിന്ന് വേണം അങ്ങ് എത്താൻ. പച്ച മുണ്ട് കൊടുത്ത് തോർത്ത് ഒക്കെ ഇട്ട് ആൾക്കാർ വരുന്നുണ്ട്. അതും അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അതാ കണ്ടില്ലേ, ബിൽഡിങ്ങൊക്കെ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ സൈഡിൽ ചിലയിടത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര സ്മെല്ല്, ഒട്ടും വൃത്തിയില്ല ചിലയിടത്തൊന്നും. അവിടെ വീടുകളും ഉണ്ട്. അവിടെ കാത്തും അങ്ങനെ സെൽഫി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്യൂ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈശു നമ്മളെ കൂടെ നടക്കാൻ തുടങ്ങി. നമ്മളെ കൂടെ നടന്നാൽ മതി എന്നിട്ട് കൈയൊക്കെ പിടിച്ച് അവളെ അച്ഛന്മാരെയും അച്ഛച്ചരെയും കൈ പിടിച്ച് അങ്ങ് നടന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ റൂമിലോട്ട് മന്ദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ റൂമിലെത്തി നമുക്ക് കഴിക്കാനുള്ള ഇഡലിയും എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ. അത് സാമ്പാറിൻ്റെ ഫൈനൽ സ്റ്റേജിലാണിത്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറും ക്യാബേജ് തോരനും എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് അവർക്ക് പ്രസിദ്ധ ആവണ്ടെന്ന് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ താമസിച്ച റൂമിൻ്റെ സൈഡിലാണ് ഈ തേര് വെച്ചിരിക്കുന്നത്. അത് ഗ്ലാസ് ഇട്ട് മറച്ച് വെച്ചിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ തേരാണ്. അപ്പോൾ ആ വിശേഷ ദിവസം മാത്രമേ അവർ അത് എടുക്കുകയുള്ളൂ. അപ്പോൾ അത് കണ്ടില്ലേ, ചുറ്റും കടകളും എല്ലാം ഉണ്ട്. നമ്മൾ രാത്രി കണ്ട് നേരത്തെ വൃത്തിയായി കാണാൻ പറ്റിയില്ല. നമ്മളെ ബാഗുകളെല്ലാം സെറ്റ് ചെയ്തു. നമ്മൾ എന്നിട്ട് ബസ്സിൻ്റെ മേളിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആഹാര സാധനങ്ങൾ താഴെ വയ്ക്കുന്നതുകൊണ്ട് എല്ലാം മേളിൽ വെച്ച് ടാർപ്പ് വെച്ച് കെട്ടുകയാണ്. നമ്മൾ അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്ര ഇങ്ങനെ തുടങ്ങി. അങ്ങനെ ബസ്സിൽ ലൈറ്റൊക്കെ ഇട്ട് ഈക്കിളിന് ചുറ്റും ഇങ്ങനെ ലൈറ്റ് കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഫുള്ള് പാടങ്ങളാണ്. കണ്ടില്ലേ, ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. ഹൈവേയുടെ സൈഡിൽ ഇഷ്ടംപോലെ ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴാണ് ഇതെല്ലാം കണ്ടത്. അപ്പം നമ്മളെ ഇന്നത്തെ ആഹാരം എന്ന് പറയുന്നത് സാമ്പാർ, മാങ്ങാച്ചാർ, സലാഡ്, ക്യാബേജ് തോരൻ. നമ്മളിതെല്ലാം കൂട്ടിയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടിട്ട് നല്ല സൂപ്പറാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആണെങ്കിൽ വിശന്നിട്ട് വയ്യ. അപ്പം നമുക്കിത് കഴിച്ച ശേഷം ഇനി കാണാം. ഇവിടെയാണ് നമ്മൾ കഴിക്കാൻ നിർത്തിയ സ്ഥലം. ഇതാ കണ്ടില്ലേ, ഓരോരോ വീടുകളേ ഉള്ളൂ അവിടെ ആയിട്ട്. നല്ല ദൂരമുണ്ട് ഓരോ വീടിന്. എന്താ ഇവിടെ ഒരു വീടാണെങ്കിൽ ഒരു വീട് അങ്ങാണ്. ചിലപ്പോൾ വിളിച്ചാൽ പോലും കേൾക്കുമെന്ന് അറിയില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ഇവിടെ എല്ലാം നിറച്ച് വീടുകളായിരിക്കും. നമ്മൾ പിന്നെ ഇതുവഴി വരികയാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഇതാണ് ആ സ്ഥലമെന്ന് നമുക്ക് തോന്നില്ല. ലോറിയൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂട്. നമ്മളെ നാട്ടിനെക്കാട്ടി ഭയങ്കര ചൂടാണ് ഇവിടെ. നമ്മളെ ബസ്സിൻ്റെ ബാക്കിൽ തന്നെ ഒരു ലോറി കൊണ്ട് ഒതുക്കി. നമ്മൾ ഇരുന്ന് അവിടെ ഒരു ലോഡ്ജും ഉണ്ട്. അതുകൊണ്ടില്ലേ, റൂമുകൾ ഇങ്ങനെ ഓരോ നേരം കെട്ടിയിട്ടിരിക്കുകയാണ് വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സമയം കിട്ടിയോണ്ട് നമ്മളൊരു റീൽ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ അടുത്ത് വെച്ച് തന്നെ നമ്മളൊരു റീലും കൂടി എടുത്ത് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. തിരുപ്പുരകുണ്ടം. നമ്മളെ അമ്പലത്തിൻ്റെ ബാക്കിലാണ് ഈ കാണുന്ന വലിയ മല. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിലോട്ട് ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ. അങ്ങനെ നമ്മൾ ഈ മണ്ഡപത്തിൻ്റെ അകത്തുകൂടിയാണ് ഇങ്ങനെ പോകുന്നത് അമ്പലത്തിലോട്ട്. അപ്പോൾ അടുത്തെത്താറായി. ഇവിടെയും എന്തോ പണി നടക്കുന്നുണ്ട് പുറമേ. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഒരു കൗണ്ടറുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോക്സിൽ ഈ ചെരുപ്പെല്ലാം പറക്കി വെച്ചിട്ട് അവർ ടോക്കൺ തരും. അപ്പോൾ തിരിച്ച് വന്ന് ആ ടോക്കൺ കാണിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അതായത് അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ്. അകത്ത് ക്യാമറ അലോഡല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വെളിയിൽ നിന്ന് ചെറിയ ഇത് മാത്രം ഷൂട്ട് ചെയ്തെടുത്തു. നമ്മൾ തൊഴുതിറങ്ങി. ഇതാണ് നമ്മളെ ബാക്ക് സൈഡ് അമ്പലത്തിൻ്റെ. കുരങ്ങുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈക്കിൻ്റെ മണ്ടയിൽ നിന്നും മറ്റേ മരത്തിലൊക്കെ ചാടി കയറുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതാണ് നമ്മളിതാ തൊഴുതിറങ്ങി. നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങി. കണ്ടില്ലേ, പണി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും സൂം ചെയ്യുമ്പോൾ. അത് കണ്ടില്ലേ, ആളുകൾ അവിടെ ഇരുന്ന് പണി ചെയ്യുകയാണ്. അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ കാണുന്ന വലിയ മല വരുന്നത്. പക്ഷെ മലയിലൊന്നും ആരും കയറിപ്പോകുന്ന കാണുന്നില്ല. ഇത് കണ്ടില്ലേ, ആരും കയറിപ്പോകുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് കയറുമെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മളാരും കയറിയില്ല. അതിനെക്കുറിച്ച് പറയുന്നതും അവിടെ ആരും കണ്ടില്ല അതുവഴി കയറുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇത് കണ്ടില്ലേ, 20 രൂപ 10 രൂപ സാധനങ്ങളൊക്കെ കൊടുക്കും. ഏത് സാധനം എടുത്താലും 20ഉം 10 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഷോപ്പിലൊന്ന് കയറി ജസ്റ്റ് ഒന്ന് നോക്കി എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന്. അപ്പോൾ ഞാൻ ഒരു സ്പ്രിങ് കണ്ടു. ഇതേപോലെ ഒരു സ്പ്രിങ്. അപ്പോൾ യേശുവിന് വേണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കരയായിരിക്കാൻ വേണ്ടിയിട്ട് 10 രൂപയുള്ളൂ. ഇത് കൊള്ളാം. ഇത് കളർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് യേശുവിന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്.
അങ്ങനെ അവർക്ക് ചായ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ കയറി ചായ വാങ്ങിച്ചു. അപ്പോൾ ഇഷുവിനും വേണമെന്ന്. അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു പേപ്പർ കപ്പ് വാങ്ങിച്ചിട്ട് അതിൽ കുറച്ച് ഒഴിച്ച് തണുക്കാൻ വെച്ചു. അത് കുടിച്ച ശേഷം നമ്മളെ യാത്ര തുടങ്ങി. ഇതാണ് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കയറേണ്ട എൻട്രൻസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി യാത്ര തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ അന്നത്തെ താമസ സ്ഥലത്തേക്ക് എത്തി. ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. മധുരയിൽ നമ്മളെ മീനാക്ഷി അമ്മ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഒരു ഹോട്ടൽ എടുത്തത്. അപ്പോൾ നമ്മളെല്ലാവരും ഓട്ടോ പിടിച്ച് ഇവിടെ എത്തിയ ശേഷം നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് അവരൊരു റൂമിൽ കയറുകയാണ്. ഇതിന് ചുറ്റും തന്നെ എല്ലാ കടകളും ഉണ്ട്. ഇതാ കണ്ടില്ലേ, നിറച്ച് കടകളാണ്. ഇതാ കണ്ടില്ലേ, വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ്. അങ്ങനെ നമുക്ക് നമ്മളെ റൂം കിട്ടി. അപ്പോൾ ഇഷ്യൂ വന്നിട്ട് നോക്കുകയാണ് റൂമൊക്കെ കൊള്ളാമോ എന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പോകണം. അപ്പോൾ നേരത്തെ അടയ്ക്കും. അപ്പോൾ നമുക്ക് റൂം പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കാൻ പോകണം ഇവിടെ നിന്ന്. ഇതാ കണ്ടില്ലേ, ഇതാണ് അതിന് ചുറ്റുമുള്ള കണ്ടില്ലേ, ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. റോഡ് ഫുള്ള് ബ്ലോക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എങ്ങനെയൊക്കെ നുഴഞ്ഞും തിരിഞ്ഞുമൊക്കെ എങ്ങനെയൊക്കെ സൈഡിൽ കൂടെ ഒക്കെ പോവുകയാണ്. റോഡ് ഫുള്ള് തിരക്കാണ്. ഇതാണ് മീനാക്ഷി അമ്മ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റാത്ത, അവിടെയും പണി നടക്കുന്നുണ്ട്. മധുര സിറ്റിയുടെ ടോപ്പ് വ്യൂ ആണ്. ക്ഷേത്രം അങ്ങോട്ടാണ്, നമ്മൾ പോയ അമ്പലം അങ്ങോട്ടാണ്. ലൈറ്റൊക്കെ കത്തി നല്ല ഇതുണ്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്. അവിടെയൊക്കെ ലോഡ്ജാണെന്ന് തോന്നുന്നു. നമ്മൾ ഇരുന്ന് കഴിക്കുന്ന ഇവിടെയാണ്. ടെറസിന്റെ വ്യൂവിലാണ് കഴിക്കുന്നത്. അപ്പൊ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കഴിക്കാം. ചപ്പാത്തിയും ഉള്ളിക്കറിയും ഇഡലിയും ഒക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ കഴിക്കൽ തുടങ്ങി. ചപ്പാത്തിയും ഉള്ളിക്കറിയും വെച്ച്. ഉള്ളിക്കറിക്ക് ചെറിയ എരിവുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മളതൊന്നും ഒരു പ്രശ്നമാക്കിയില്ല. അങ്ങനെ കഴിച്ച് തീർന്ന് റൂമിലെത്തി. അപ്പോൾ ഓക്കെ, ബൈ.